നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ തമ്മനയിൽ കണ്ടപ്പോൾ പിടികിട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മീനച്ചാറാണ്. ഇതൊരു ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം, ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ അമ്മച്ചിയൊക്കെ വീട്ടിൽ ഗ്രേവി ആയിട്ട് തയ്യാറാക്കുന്നത് വേറൊരു രീതിയിലാണ്, മീനൊക്കെ അതിന് വേണ്ടി മുറിക്കുക. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ ഇന്നലെ ഞാൻ ആ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ വെയിറ്റ് ലോസിൻ്റെ, കുറേ പേര് മെയിൽ അയച്ചു, കുറേ പേര് കമൻസ് ചെയ്തു. അപ്പം നല്ല നല്ല അഭിപ്രായങ്ങൾ. പിന്നെ കുറേ പേര് വീറ്റിൻ്റെ ആ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്, ഫ്രൈഡ് റൈസിൻ്റെ. അപ്പം ആ റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 സാധനങ്ങൾ കുറവുണ്ട്. അപ്പം ഞാൻ നാളെ മറ്റന്നായിട്ട് അത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ തൽക്കാലം ഒന്ന് ക്ഷമിക്കണം, നിങ്ങൾ മീനച്ചാറ് കാണണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പിന്നാലെ തന്നെ വീറ്റിൻ്റെ റെസിപ്പി ഇടും. പിന്നെ വാലന്റൈൻസ് ഡേ അല്ലേ, എന്തെങ്കിലും ഒരു മധുരം ഇടണ്ടേ? പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ഇടാമെന്ന് വിചാരിച്ചു. ഏതാന്ന് ഞാൻ പറയാനില്ല, നിങ്ങൾ കണ്ടു നോക്ക്. അപ്പം അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം കുട്ടിസഞ്ചി എടുത്ത് ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പി കണ്ടോ നിങ്ങൾ, ഞാൻ പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. ഓക്കെ. അപ്പം നമുക്ക് മീനച്ചാറ് തയ്യാറാക്കാനായിട്ട് ഇതൊക്കെ കണ്ടോ, ഞാനിവിടെ ദശക്കട്ടിയുള്ള മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുടുത, ചൂര അങ്ങനെയുള്ള മീനുകളൊക്കെ എടുക്കാം. മുള്ളുള്ള മീൻ അധികം എടുക്കാതിരിക്കുക, അതാണ് ഇച്ചിരി കൂടി നല്ലത്. ഇങ്ങനത്തെ അച്ചാർ ഇട്ട് വെക്കാൻ നല്ലത് ഇതുപോലത്തെ ഇത്തിരി ദശക്കട്ടിയുള്ള മീനാണ്. ഇതേ കണ്ടോ, കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തേക്കുന്നത്. ഇത് ഒരു 750 ഗ്രാം വരും, ഒരു 3/4 കിലോ ഉണ്ട് ഇത്. പിന്നെ ഇത് ഞാൻ തലേ ദിവസം ഇന്നലെ ഞാൻ 2 ടീസ്പൂണ് മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പെരട്ടി വെച്ചിട്ടുള്ളതാണ്. ഒരു ദിവസം ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. മീനിൽ ഈ 3 സാധനങ്ങളും ഉപ്പും മുളകും മഞ്ഞളും പെരട്ടിയിട്ട് അപ്പം അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. കുഞ്ഞു കഷ്ണമായിട്ട് നുറുക്കിയിട്ട് 750 ഗ്രാം ഉണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീൻ വറക്കാൻ ആവശ്യത്തിന്, അത്യാവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പിടി. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മീൻ വറക്കണ നേരത്ത് നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ ആ മീനിൻ്റെ ഒരു വലഞ്ഞ മണമൊക്കെ ഒന്ന് പോയി കിട്ടും. നമുക്ക് ഇനി മീൻ ഇതിൽ തിരിച്ചിട്ടിട്ട് വറുത്ത് കോരി എടുക്കാം. നല്ല മൊരിഞ്ഞ് വറക്കണം കേട്ടോ. കയ്യിലോണ്ട് ഇടുന്നേക്കാട്ടി നല്ലത് ഇതുപോലെ കൈ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിഞ്ഞിട്ട് ഭംഗി നോക്കാൻ നിന്നാൽ പണി തീരുന്നുണ്ടാവില്ല. ഇത് നമുക്കൊരു 2-3 പ്രാവശ്യമായിട്ട് വറുത്ത് കോരാളതുണ്ട്. ഇനിയുണ്ട് കുറച്ചും കൂടി ഇതിൽ. ഇത് 2-3 പ്രാവശ്യമായിട്ട് വറുത്ത് കോരണം. നല്ല മൊരിച്ച് വറക്കണം കേട്ടോ. വെറുതെ ഒന്ന് വറുത്തിട്ടാൽ പോരാ, നല്ല മൊരിയണം. എന്നാലാണ് അച്ചാറിടുമ്പോൾ ശരിക്ക് ആ ഒരു മുറുക്കം വന്നാലാണ് രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല നമുക്കിതൊന്ന് മൊരിച്ച് വറുത്തെടുക്കണം. ഇതിപ്പോൾ കണ്ടോ, മീനിൻ്റെ ഇപ്പുറത്തെ സൈഡൊക്കെ മൊരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇനി ഇത് നമുക്ക് മറിച്ചിടണം. മറിച്ചിടുമ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് ഇത് ഓരോന്നോരോന്ന് മറിച്ചിടാനായിട്ട് നിൽക്കണ്ട, ഇങ്ങനെ ഒന്നിച്ചങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡും നമുക്ക് ഒരുപോലെ ആയി കിട്ടിക്കോളും. ഇനി ഇതിൽ മറിഞ്ഞ് കിടക്കാത്തതിനെ അങ്ങോട്ട് പിടിച്ച് മറിച്ചിട്ടാൽ മതി. അപ്പോൾ അതവിടെ കിടന്നോളൂ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഉണ്ടോ, മീൻ നല്ല മൊരാന്നനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ മൊരിയണം കേട്ടോ, എന്നാലാണ് അച്ചാറിടുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കണ്ടോ, വറുത്ത് വന്നപ്പോൾ ഇതൊന്നുമില്ല. ഇതുപോലെ നല്ല മൊരിഞ്ഞ് വരണം കേട്ടോ, ഇതുപോലെ നല്ല മൊരിഞ്ഞ് വരണം കേട്ടോ. അത് വേണ്ടിന് അച്ചാറൊക്കെ ഇടണം. മീൻ വറുത്ത് തന്നെ ഇരുന്ന് തിന്നെ എന്താ രുചി. ഇനി നമുക്ക് ഇതിലിപ്പോൾ അത്യാവശ്യം ഓയിൽ ഉണ്ട്, ഇനി ഓയിൽ ഒഴിക്കൊന്നും വേണ്ട. ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള മീൻ ചേർത്ത് കൊടുക്കാം. ഇനി വേപ്പിലൊന്നും ഇടണ്ട കേട്ടോ. അച്ചാർ ഇടാനായിട്ട് ഇതേ നമ്മുടെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഓയിൽ ഉപയോഗിക്കാം. പക്ഷെ അതിന് ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാവും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. 100 ml ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ആ കുപ്പിയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 200ന്റെ കുപ്പിയായിരുന്നു. അപ്പോൾ അത് 100 നല്ലെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നല്ലെണ്ണ. ആ നേരത്തെ കണ്ട തോനെ കറിവേപ്പില വേണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഒരു പിടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നടു മുറിച്ച് വെച്ചേക്കണതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 6 വറ്റൽമുളക് 6 എടുത്തിട്ടുണ്ട്. ചാടിപ്പോയി യോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 6 വറ്റൽമുളകാണ്. നടു പൊട്ടിച്ചിട്ടിട്ട് കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തുറിക്കാതെ. ഒരു 6 വറ്റൽമുളക് അത് നടു പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുളക്, പച്ചമുളക് വേണം, പിന്നെ ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഒരു കൊട എടുത്തിട്ടുണ്ട്. ഇഞ്ചി എന്ന് പറയുന്നത് ഒരു 2 ഇഞ്ചിൻ്റെ 2 പീസ്, അപ്പോൾ ഒരു 4 ഇഞ്ച് നീളമുള്ള വലിയൊരു കഷ്ണം ഇഞ്ചി നീളനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പച്ചമുളക്, ഇത് എരിവുള്ള മുളകല്ല കേട്ടോ, ഇതിനെ ഇറച്ചി മുളക് എന്ന് പറയും. അതായത് ബജ്ജി മുളകിൻ്റെ ഒക്കെ ഒരു അനിയനായിട്ട് വരും. ഇത് എരിവുണ്ടാവില്ല, പക്ഷെ നല്ല ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും വേണം, എന്നാലും നമുക്ക് ഗ്രേവി നല്ല കട്ടിയായിട്ടുള്ള ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ. നല്ല ഈ 3 സാധനങ്ങളും ചേർക്കാം. ഇപ്പം നമ്മുടെ കറിവേപ്പില വാടി വന്നിട്ടുണ്ട്, അപ്പോൾ ഇതായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. മീനിൽ ചേർത്തിട്ടുണ്ട്, എന്നാലും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമുക്ക്. അതേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ഈ എണ്ണയിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികളുടെ കാര്യം പറയാനാണെങ്കിൽ കണ്ടോ, അതായത് മുളക് പൊടി ഞാൻ 4 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത് കേട്ടോ, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ മതി, അധികം ആവണ്ട, 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1/2 ടീസ്പൂണ് ഉലുവ പൊടിച്ചത്, വറുത്ത് പൊടിച്ച ഉലുവയാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ വറുത്ത് പൊടിച്ച വെച്ച ഉലുവപ്പൊടി. പിന്നെ കായത്തിന്റെ പൊടിയും വേണം. കായത്തിന്റെ പൊടി 1 ടീസ്പൂണാണ് എടുത്തേക്കണേ, ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ. അത് രണ്ടും വീട്ടിൽ വറുത്ത് പൊടിച്ചതാണ്. അങ്ങനത്തെ ചേർക്കാൻ നോക്കാം കേട്ടോ, അപ്പൊ ഒന്നും കൂടി നല്ല മണം ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ഇളക്കുക. തീയൊന്നല്ല ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കണം കേട്ടോ, അല്ലെ ഇത് കരിയും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ. മൂത്തതിന് ശേഷം നമുക്ക് ഈ സെറ്റ് ഒന്നിച്ചങ്ങിട്ടിട്ട് ഇളക്കാം. ആദ്യം നമുക്കിത് പൊടികളൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പൊ കണ്ടോ, പൊടി അത്യാവശ്യത്തിന് മൂപ്പായി വന്നിട്ടുണ്ട്, ഒന്ന് കളർ മാറി. അപ്പൊ ഇതെല്ലാം ചേർത്തങ്ങ് ഇളക്കുക. തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അങ്ങ് ആകെ കത്തിക്കാളും. അപ്പൊ നമ്മുടെ പൊടികളുടെ കളറെല്ലാം മാറി കിട്ടി. ഇതിപ്പോ ഇങ്ങനെ ഇളക്കുമ്പോ കണ്ട ഒരു കിലികില് സൗണ്ട് കേൾക്കും. അപ്പൊ ഇത് നല്ല മൂപ്പായിട്ടുണ്ട് കേട്ടോ, പൊടി അടക്കം മൂത്ത് കിട്ടിയിട്ടുണ്ട്, മൂപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള വിനാഗിരിയാണ് കേട്ടോ. എനിക്ക് ഈ അച്ചാർ ഉണ്ടാക്കുന്ന നേരത്തെ ചൂടോടക്കന വിനാഗിരി തിളയ്ക്കുമ്പോഴുള്ള മണം വന്ന പിന്നെ ഞാൻ അച്ചാറേ തൊടാറില്ല. അപ്പൊ എനിക്ക് ആ ഒരു മണം ഇഷ്ടമല്ല, ഈ വിനാഗിരി കിടന്ന് തിളയ്ക്കുമ്പോൾ വരുന്ന മണം എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ച് ആറിയിട്ടുള്ള വിനാഗിരിയാണ്, കുഴപ്പമില്ല. അപ്പൊ ഇത് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാണ്. ഇത് മുഴുവൻ വേണമെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം പറയാട്ടോ. ആദ്യം ഞാനൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കട്ടെ, അതിന് ശേഷം നല്ലൊന്ന് യോജിപ്പിക്കാം. പോരാ, നമുക്കപ്പോൾ ആ ഒരു 1/2 കപ്പ് ഞാൻ എടുത്തത് മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട്. ഈ വിനാഗിരി ചേർത്ത് കൊടുത്താൽ നല്ല ഉപ്പിന്റെ ആവശ്യം ഉണ്ടാവും കേട്ടോ. നമ്മൾ ശരിക്കും കുറച്ച് മതിയാവുന്നു. നല്ല ഉപ്പ് വേണം, എന്നാലാണ് ആ മീനിലേക്കും ആ ഗ്രേവിയിലേക്കും ഒക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് നമ്മൾ നോക്കി നോക്കി പുളിയാണോ കൂടുതൽ ഉപ്പാണോ കൂടുതൽ നോക്കി നോക്കി കറക്റ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല ചാറോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ പോത്തിറച്ചിയൊക്കെ വരട്ടിയെടുത്ത പോലത്തെ ഒരു പരിവ ഉണ്ടാവുക, പക്ഷെ അതിനെക്കാട്ടിയും കൂടി ഇത്തിരി ചാറ് വരും, ഇതിരിക്കും തോന്നും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെന്ന് വെച്ചാൽ ഒരു 1/2 കപ്പ് വെള്ളം തിളപ്പിച്ചൊഴിക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഇരുന്നാൽ തന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിന് വെള്ളം ഇറങ്ങും. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിന് തന്നെ നല്ല ഗ്രേവി ഇറങ്ങി വരും. എനിക്കൊരു ഇച്ചിരി കൂടി കായം വേണം തോന്നി. കായം വേണം കേട്ടോ അച്ചാറിലേക്ക്, എന്നാലും ആ ചൊടി ഉണ്ടാവുള്ളൂ അച്ചാറിൻ്റെ. അതായത് ഇപ്പൊ ഒരു തെരി
ഒരു 2 നുള്ളും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോ നിങ്ങൾ ഇതിപ്പോ ചേർക്കണം നിർബന്ധമില്ല. നിങ്ങൾ 1 ടീസ്പൂൺ കായത്തിന്റെ പൊടി തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ മാത്രം ഇതുപോലെ ഒരു തരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എനിക്കൊരു തരിയും കൂടി വേണം തോന്നി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം, ഒന്ന് ചൂട് തട്ടാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. ഒന്ന് ചൂടായിക്കോട്ടെ, അതിന് ശേഷം അപ്പം തന്നെ ഓഫ് ചെയ്ത് കൊടുക്കാം. ചട്ടി ചൂട് പിടിച്ചാൽ അപ്പം ഓഫ് ചെയ്തോ. കണ്ട അവിടെ ഇവിടേക്ക് ഒരു കിരികിരി സൗണ്ട് വരുന്നുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നല്ലെണ്ണ മീത ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എണ്ണ ഒഴിക്കാനായിട്ട് പേടിക്കേണ്ട. ഇത് ഒറ്റയടിക്ക് തിന്നാനുള്ള സാധനമല്ലോ. നമ്മൾ ഇങ്ങനെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് അച്ചാറാണല്ലോ ഇത്. അപ്പോൾ അച്ചാർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എണ്ണ വേണം. എണ്ണ ഇല്ലെങ്കിൽ പിന്നെ അച്ചാർ 1.5 കാശിന് കൊള്ളില്ല. എണ്ണ നല്ലോണം വേണം അച്ചാറിൽ. നല്ലെണ്ണ നമ്മൾ ഒഴിക്കുന്നില്ല, അത് സ്കിപ്പ് ചെയ്തിട്ട് അതെന്തായാലും ചെയ്തോളോ. 2 ടേബിൾ സ്പൂണ് 3 ടേബിൾ സ്പൂണും ആവാം. കൂടിയാലും കുഴപ്പമില്ല, കുറയരുത് നല്ലെണ്ണ ഒഴിക്കണത്. എന്നാലാണ് ആ രുചി കറക്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീനച്ചാറ്, അമ്മച്ചിയുടെ രീതിയിലുള്ള മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 ദിവസം കഴിയുമ്പോഴത്തേനും ഇനി ഈ പച്ചമുളകല്ല നമ്മുടെ വറ്റൽമുളകൊക്കെ ഇതിൽ നല്ല ഒഴുകി ചേരും. ഇപ്പം നമ്മൾ ആ മുരിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ജാതി ടേസ്റ്റാണ് ഈ മീൻ കഷ്ണം കൂട്ടി തിന്നാനായിട്ട്. നല്ല ചൂട് ചോറും ഈ ഒരു തരി ചമ്മന്തി ഈ ഒരു തരി അച്ചാറും പെട്ട ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്തായാലും ട്രൈ ചെയ്തോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കഴിഞ്ഞില്ലേ? ഇത്രയും കാര്യങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കരുത്, ചെയ്തോളോ. അപ്പം നമുക്ക് വേറൊരു തകർപ്പൻ റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചിത്രൂസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഇതേ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വന്നത് കണ്ടോ, അതിലും ഒന്ന് ടച്ച് ചെയ്യണം. എന്നാലാണ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.